ഒരു കമ്പനി കരസ്ഥമാക്കുന്ന അറ്റാദായത്തിൽ നിന്നും അതിൻ്റെ ഓഹരി ഉടമകൾക്ക് കൈമാറുന്ന പ്രതിയോഹരി വീതമാണ് ഡിവിഡൻഡ് അഥവാ ലാഭവിഹിതം. മുടക്കം വരുത്താതെയും മികച്ച തോതിൽ ഡിവിഡൻഡ് നൽകുന്നതുമായ ഓഹരികൾ കണ്ടെത്തി യഥാസമയം നിക്ഷേപം നടത്തിയാൽ രണ്ട് തരത്തിൽ ഗുണമുണ്ടാകാം. പലിശയ്ക്ക് സമാനമായ അധിക വരുമാനം ലാഭവിഹിതത്തിലൂടെ നേടാമെന്നാണ് ഒന്നാമത്തെ നേട്ടം. ഇത്തരത്തിൽ ലഭിക്കുന്ന ഡിവിഡൻഡ് തുക അതേ ഓഹരിയിൽ തന്നെ വീണ്ടും നിക്ഷേപിച്ച് ദീർഘകാലം കാത്തിരുന്നാലും ഗുണമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ ഓഹരിയുടെ വിപണി വില ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്ന വേളയിൽ വിറ്റ് ലാഭം എടുക്കാമെന്നതാണ് രണ്ടാമത്തെ നേട്ടം. ചുരുക്കത്തിൽ ഡിവിഡൻഡ് എന്നത് നിക്ഷേപകർക്ക് ലഭിക്കുന്ന അധിക നേട്ടമാണ്. അതിനാൽ ഉയർന്ന നിലവാരമുള്ളതും കൃത്യമായി ലാഭവിഹിതം നൽകുന്നതുമായ കമ്പനികളെ തിരഞ്ഞെടുക്കുന്ന മികച്ച നിക്ഷേപ തന്ത്രമാണെന്ന് സാരം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിക്ഷേപകർക്ക് മുടക്കമില്ലാതെ ലാഭവിഹിതം നൽകുന്ന 5 പെന്നി ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം NMDC. ഇരുമ്പയിര് പര്യവേക്ഷണത്തിലും ഖനനത്തിലും ശ്രദ്ധയൂന്നിയിരിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് NMDC ലിമിറ്റഡ്. നവരത്ന പദവിയുള്ള പൊതുമേഖലാ കമ്പനികളുടെ കൂട്ടത്തിൽ ലാഭക്ഷമതയുടെ കാര്യത്തിൽ മുന്നിലാണ് NMDCയുടെ സ്ഥാനം. ബുധനാഴ്ച 65 രൂപ നിലവാരത്തിലാണ് ഈ മിഡ് ക്യാപ്പ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. അതേസമയം നിക്ഷേപകർക്ക് മുടക്കം വരുത്താതെ ഡിവിഡൻഡ് കൈമാറുന്നതിൽ പ്രശസ്തി നേടിയിട്ടുള്ള കമ്പനിയുമാണിത്. 1995 മുതൽ എല്ലാ വർഷവും മുടക്കമില്ലാതെ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം കൈമാറുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിനിടെ 2 തവണയും മൊത്തം 7.25 രൂപയാണ് പ്രതിയോഹരി ഡിവിഡൻഡ് ഇനത്തിൽ NMDC ഓഹരി ഉടമകളെ തേടിയെത്തിയത്. 2022-23 സാമ്പത്തിക വർഷത്തിനിടെ 14.74 വീതവും പ്രതിയോഹരി ലാഭവിഹിതമായി കൈമാറിയിരുന്നു. NMDC ഓഹരിയുടെ നിലവിലെ വിപണി വില പ്രകാരമുള്ള ഡിവിഡൻഡ് ഈൽഡ് 11.2% ഒരു ഓഹരിയെ സംബന്ധിച്ച് വളരെ ഉയർന്ന ഡിവിഡൻഡ് ഈൽഡ് നിലവാരമാണിത്. ഭാരത് സീഡ്സ്. വാഹനാനുബന്ധ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് ഭാരത് സീഡ്സ് ലിമിറ്റഡ്. മാരുതി സുസുക്കിയുടെയും രോഹിത് റെലാൻഡ് ഗ്രൂപ്പിൻ്റെ സംയുക്ത സംരംഭമാണിത്. വാഹനങ്ങളുടെ സീറ്റുകളും ബോഡി സീലിംഗ് ഘടകങ്ങളും ഇരുചക്ര വാഹനങ്ങളുടെ ഫ്രെയിമുകളുമൊക്കെയാണ് കമ്പനി പ്രധാനമായും നിർമ്മിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 89 രൂപ നിലവാരത്തിലാണ് ഭാരത് സീഡ്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. അതേസമയം 1998 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും ഓഹരി ഉടമകൾക്ക് മുടങ്ങാതെ ഡിവിഡൻഡ് കൈമാറുന്ന ചരിത്രമുള്ള കമ്പനിയാണിത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതിയോഹരി 1 രൂപ 60 പൈസ വീതമാണ് ഭാരത് സീഡ്സ് ലാഭവിഹിതമായി കൈമാറിയത്. നിലവിൽ 1.8% ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡായി രേഖപ്പെടുത്തുന്നത്. ഇക്കഴിഞ്ഞ നവംബറിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയറും കൈമാറിയിരുന്നു. NHPC. രാജ്യത്തിൻ്റെ ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് NHPC ലിമിറ്റഡ്. ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലാണ് നവരത്ന പദവിയുള്ള ഈ മിഡ് ക്യാപ് കമ്പനിയുടെ പ്രവർത്തനം. വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള 24 ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നായി 7000 മെഗാവാട്ടിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ 77 രൂപ നിലവാരത്തിലാണ് NHPC ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. അതേസമയം 2000 മുതലാണ് നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകാൻ കമ്പനി ആരംഭിച്ചത്. തുടർന്ന് 2004 മുതൽ ഇങ്ങോട്ട് മുടക്കമില്ലാതെ എല്ലാ വർഷവും NHPC ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് കൈമാറുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതിയോഹരി 1 രൂപ 90 പൈസ വീതമാണ് ലാഭവിഹിതം നൽകിയത്. നിലവിൽ NHPCയുടെ ഡിവിഡൻഡ് ഈൽഡ് 2.46%. കാമധേനു ലിമിറ്റഡ്. TMT ബാറുകളും സ്ട്രക്ചറൽ സ്റ്റീലുകൾ അനുബന്ധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് കാമധേനു ലിമിറ്റഡ്. കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതയില്ല എന്നത് ശ്രദ്ധേയം. ബുധനാഴ്ച രാവിലെ 42 രൂപ നിലവാരത്തിലാണ് കാമധേനു ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. അതേസമയം 2008 ആദ്യമായി നിക്ഷേപകർക്ക് ലാഭവിഹിതം കൈമാറിയിട്ടുള്ളത്. തുടർന്ന് 2015 മുതൽ ഇങ്ങോട്ട് മുടക്കം വരുത്താതെ എല്ലാ വർഷവും ഡിവിഡൻഡ് വിതരണം ചെയ്യുന്നത് കമ്പനി ശീലമാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതിയോഹരി 2 രൂപ വീതമാണ് കാമധേനു ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് കൈമാറിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റീൽ ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 4.75%. ജലന്ധർ മോട്ടോർ ഏജൻസി. വാഹനങ്ങളുടെ സ്പെയർ പാർട്സ്, അനുബന്ധ സേവനങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വ്യാപാരത്തിൽ ശ്രദ്ധയൊന്നിരിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് ജലന്ധർ മോട്ടോർ ഏജൻസി ഡൽഹി ലിമിറ്റഡ്. കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളൊന്നുമില്ല. ബുധനാഴ്ച രാവിലെ 90 രൂപ നിലവാരത്തിലാണ് ജലന്ധർ മോട്ടോർ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഓഹരിയുടെ ബുക്ക് വാല്യൂ 88 രൂപ നിലവാരത്തിലുണ്ട് എന്നതും ശ്രദ്ധേയം. അതേസമയം ജലന്ധർ മോട്ടോർ നിക്ഷേപകർക്ക് ആദ്യമായി ലാഭവിഹിതം നൽകിയത് 1998 പിന്നീട് 2002 മുതൽ മുടക്കം വരുത്താതെ എല്ലാ വർഷവും ഡിവിഡൻഡ് കൈമാറാൻ കമ്പനിക്ക് സാധിക്കുന്നുമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതിയോഹരി 2 രൂപ വീതമാണ് ലാഭവിഹിതം നൽകിയത്. നിലവിൽ ജലന്ധർ മോട്ടോർ ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 2.23%. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുക. സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം നേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.